ആദ്യം ഒരു ജീപ്പ് പോലീസുകാർ വന്നു, അന്വേഷിച്ചിട്ട് പിന്നെയും പോയി. രണ്ടാമതും വന്നു. രണ്ടാമത് വന്ന എസ് ഐ ആണോ ആരാന്ന് എനിക്കറിയില്ല. ആ പോലീസുകാരനാണ് പറഞ്ഞത്, ഈ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടൂലെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. എല്ലാവരും മുന്നിലും പുറലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഈ ചെക്കൻ എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ പുറലോകം കാണില്ല എന്ന് പറഞ്ഞു. ആ കവലയിൽ അവിടെയാണ് പോലീസ് ജീപ്പ് വന്ന് നിന്ന്. ഞങ്ങളെ വീടൊക്കെ മുകളിലാണ്, അവിടെയാണ് വന്ന് നിന്ന്. ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും മുന്നിൽ അന്ന് പറഞ്ഞു. അറിയില്ല, കൽപ്പറ്റത്തെന്നാ അറിയില്ല, അമ്പലത്തെന്നാ അറിയില്ല. ഞാൻ പണിക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു. അപ്പോഴാണ് ഇവര് എന്നെ തടഞ്ഞു വെച്ചത്. ഇവര് കാണാതായതിന് ശേഷമാണ് സംഭവിച്ചത്. പിന്നെ ഈ 2 ആളെയും കിട്ടിയത് കോഴിക്കോട് നിന്നാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ പെണ്ണിനെ മാത്രം വിട്ടാൽ പോരല്ലോ, ആണിനെയും വിടണ്ടേ. പെണ്ണിന്റെ കുടുംബത്തിൽ ആദ്യം അവർ വിളിച്ചു പറഞ്ഞു. ആണിന്റെ കുടുംബത്തിൽ അമ്മേനെയും വിളിച്ചില്ല, അനിയന്മാരെയും വിളിച്ചില്ല, പെങ്ങന്മാരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല അവർ. എന്നിട്ട് പെണ്ണിനെ വിട്ടാക്കി. ഇവൻ അവിടെ പിടിച്ചു വെച്ചു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഫുള്ള് സംശയമാണ്. ബാത്റൂമിൽ പോയ ചെക്കൻ എങ്ങനെ തൂങ്ങി മരിക്കുക? അതൊരു ഷർട്ടില്, ചെറിയൊരു ഷർട്ടാണ്. അത്ര പ്രായമൊന്നുമില്ലല്ലോ, ചെറിയ ചെക്കനല്ലേ. കുട്ടികളുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. ഞങ്ങളെ മക്കളുടെ അവസ്ഥ ഞങ്ങളെ മക്കൾക്കും വരും ഈ അവസ്ഥ. അപ്പോഴും ഇവരെങ്ങനെ കാണിക്കുക? നമ്മൾ പിടിച്ചത് കിട്ടുക, പെൺകുട്ടികളും ആൺകുട്ടികളും പിടിച്ചത് കിട്ടൂല. ആരും നിയന്ത്രിച്ചാലും നിയന്ത്രിക്കൂല മക്കള്. ഭീഷണി പോലെ തന്നെ പറഞ്ഞത്. പുറലോകം കാണിക്കില്ലാന്ന്. എന്റെ പേര് ബിന്ദു, അയൽവാസിയാണ്. ഞങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ ഈ കുട്ടീനെ കാണാണ്ടായിട്ട് 10 ദിവസത്തോളമായിട്ട് ഇവർ പരാതി കൊടുത്തു. ഇങ്ങനെ പരാതി കൊടുത്തപ്പോൾ അന്വേഷണത്തിന് ഇവിടെ 2 ദിവസം വന്നു, അന്വേഷിച്ച് പോയി എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇവരെ ബീച്ചിൽ വെച്ചിട്ടാണ് കാണുന്നതും. അവിടെ നിന്ന് ഇവർ 2 ആളെ കണ്ടു. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. അങ്ങനെ ഇവരന്ന് കൺഫേമായി. മിഞ്ഞാന്ന് രാത്രി 10:30 സ്റ്റേഷനിലെത്തിച്ചു. കൽപ്പറ്റ സ്റ്റേഷനിലെത്തിച്ചിട്ട് ഈ പെൺകുട്ടീനെ സഹിയിലേക്ക് മാറ്റി, ജുവനൽ ഹോമിലേക്ക് മാറ്റി. മോനെ അവിടെ തന്നെ നിർത്തി. രാത്രി നേരം വെളുക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടല്ലോ. ഒരു പോലീസിനോട് പേടിയോ അല്ലെങ്കിൽ അവനൊരു പേടി തോന്നിയിട്ട് അവൻ അത്രയും സമയം അവിടെ ഉണ്ടായിരുന്നല്ലോ. രാവിലെ 7 മണിക്കാണ് അവൻ ബാത്റൂമിൽ പോയിട്ട് സ്വന്തം ഷർട്ട് അഴിച്ച് ഷർട്ടിൽ തൂങ്ങി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ തൂങ്ങിയ സ്ഥലം പോയി കണ്ടിരുന്നു. ഷർട്ടിൻ്റെ ഒരു കൈ ഷവറിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അടുത്ത കൈയിൽ കെട്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് ഒരാൾ മരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാര്യങ്ങൾ അവിടെ കാണണ്ടേ. അങ്ങനെ ഒരു സംഭവം ഞാൻ അവിടെ കണ്ട് തോന്നിയില്ല. ഒരു ചെറിയൊരു കമ്പി വളഞ്ഞ് കാണുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ അതിൻ്റെ മുകളിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിലോ അത്രയുള്ളൊരാവത് അവനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സംശയമുണ്ട്. നമുക്കെന്താ, ഞാൻ മൊഴി കൊടുത്തപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് സംശയമുണ്ട്, അന്വേഷണം വേണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഒരു കുട്ടി അവരെ തമ്മിൽ ജീവിക്കാൻ അനുവദിക്കാനുള്ളിടത്ത് ഇങ്ങനെ ചെയ്താൽ എന്തായാലും ശരിയല്ല. നമ്മളെങ്കിലും അറിയിച്ച്, ഞങ്ങളിവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളോടെങ്കിലും ഇങ്ങനെ സംഭവം ഉള്ളപ്പോൾ അവരെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളെങ്കിലും പോയി കൂട്ടിയിട്ട് വരുമായിരുന്നു. ഇതിപ്പോൾ രാത്രി വരെ അവിടെ വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ഇവരോട് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ റേഷൻ കാർഡും ID കാർഡും ആധാർ കാർഡും എടുത്തിട്ട് കൂട്ടാൻ വാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇവൻ്റെ ഏട്ടനും അനിയനും അമ്മയും പെങ്ങന്മാരും കൂടിയിട്ട് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഇവൻ മരിച്ചു എന്നുള്ള വിവരം ഇവർ അറിയുന്നത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവരെ ബോഡി കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവർ അമ്മേനെയും പെങ്ങന്മാരെയും എല്ലാം അനിയനെയും പോലീസ് സ്റ്റേഷനിൽ തന്നെ വെക്കുകയും ഇവരുടെ ഏട്ടനെയും 2 ആളുകളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇരുത്തിയിട്ടും അവരെ ബോഡി കാണിക്കാതെ ലാസ്റ്റ് എല്ലാം ഇൻറ്റിമേഷൻ തയ്യാറാക്കുന്ന സമയത്താണ് ബോഡി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് AS വിജയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. എനിക്ക് സംശയമുണ്ട്. ഞങ്ങളെ ഇവർ വിളിച്ചറിയിച്ച്, ഞാനൊരു 9:30 അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങളോട് വിളിച്ചറിയിച്ചത് പിന്നെ ലിയോ ഹോസ്പിറ്റലിലേക്ക് വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ ലിയോ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡി ഞങ്ങളെ കാണിക്കുന്നില്ല, ഇപ്പം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ആരൊക്കെ ജഡ്ജി അവരൊക്കെ വരണം, വന്നാലേ പറ്റുള്ളൂ, ഇപ്പം കാണിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം എന്തൊക്കെ ചോദിക്കാൻ പറയുക വെച്ചാൽ നമ്മളെ കാണിച്ചു തന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അപ്പോൾ എൻ്റെ അമ്മയും പെങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ സ്റ്റേഷനിൽ ഇരുത്തിയേക്കായിരുന്നു. അവരെന്തെന്ന് ചോദിച്ചപ്പോൾ അവർ സ്റ്റേഷനിലുണ്ട്. അവരെന്തുകൊണ്ട് ബോഡി കാണിക്കുന്നില്ല ചോദിച്ചപ്പോൾ അവരെ കാണിക്കാം എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞുമില്ല, ഇങ്ങനെ മരിച്ചവരെ അന്നേരം പറഞ്ഞുമില്ല. പിന്നെ എപ്പോഴുമാണ് ലാസ്റ്റ് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ കൊണ്ടുവന്ന് കാണിക്കുന്നതും വിവരം പറയുന്നത്. അതിനുശേഷം ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നു. ലാസ്റ്റ് വൈകുന്നേരം ഞങ്ങൾ പോരുന്ന സമയത്ത് വണ്ടി കൊണ്ടുപോയിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്.
സംശയം തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയി കണ്ടു, തൂങ്ങിയേണ്ട അത് ആദ്യം ഞങ്ങൾ കാണാൻ പോയപ്പോൾ കാണിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചപ്പം ഷർട്ടിന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി ഷർട്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് സംശയമാണ്, കാരണം ആ ഷർട്ടിൽ എങ്ങനെ ഇവൻ തൂങ്ങി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവര് വന്ന് ഞങ്ങളോട് അന്വേഷിച്ച് ഈ ആഴ്ച എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് വന്ന് എല്ലാ ചെക്കന്മാരെ ഫോണൊക്കെ മേടിച്ച് ആ ചെക്കനെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചെക്കന്റെ ഫോണ് കൽപ്പറ്റയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ട് തലേദിവസം അവർ ഫോൺ മേടിക്കുക ഇവിടുന്ന് വണ്ടി കൂലിയും മടക്കി പോണത്. അപ്പൊ പറയാ സാറുമാർ ഞങ്ങളോട് പറയാ ഞങ്ങളെ കയ്യെ കിട്ടിയാണെങ്കിൽ പുറലോകം കാണൂല അവര് പറഞ്ഞു, കൽപ്പറ്റ പോലീസുകാർ. അപ്പൊ ഞങ്ങൾ എന്താ പറയണ്ടേ? ഞങ്ങൾക്കറിയോ? ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഇവിടുന്ന് മോള് റോട്ടിൻ്റെ പറഞ്ഞ അവര് അങ്ങനെ മേലെ കവലിൽ നിന്ന് ഞങ്ങളെല്ലാരും നിൽക്കുമായിരുന്നു കൂട്ടമായിട്ട്. അപ്പൊ വൈകുന്നേരം വന്നിട്ട് അവരങ്ങനെ പറയണേ. ഏത് തരത്തിലുള്ളതെന്നുള്ളതല്ല, സ്റ്റേറ്റിൻ്റെ വീഴ്ച കൊണ്ടുണ്ടായിട്ടുള്ളൊരു മരണത്തെ ഈ സ്റ്റേറ്റ് തന്നെ അന്വേഷിച്ചാൽ എങ്ങനെ ആകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഒപ്പം തന്നെ രണ്ടു കൂട്ടർക്കും പരാതിയില്ല, കേസില്ല. ഒരു ദിവസം മുഴുവൻ മൈനറായൊരു കുട്ടി കസ്റ്റഡിയിലിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നലെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി വരുമ്പോഴാണെങ്കിലും പോലീസിൻ്റെ ശരീരഭാഷയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഒക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു രീതിയിലുള്ള സാധാരണ വയനാട്ടിലെ ആദിവാസികളുടെ ദുരൂഹമരണത്തിൽ സംഭവിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ആത്മഹത്യയിൽ അവസാനിക്കാനാണ് സാധ്യത. ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യയുടെ കാരണം എന്ത്, അതിൽ പ്രൊവോക്ക് ചെയ്തത് എന്ത്, ഈ കുട്ടിയെ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് മുതലായ കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് പോവുകയോ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമഗ്രമായൊരു അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. ശക്തമായ ജനകീയമായ പ്രക്ഷോഭം ഉയർന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.